ശമൂവേൽ പ്രവാചകൻ 1-ാം പുസ്തകത്തിൽ നിന്നും പാർക്കുമോ. എന്നാൽ ശൗൽ വരുന്നതിന് ഒരു ദിവസം മുമ്പേ ദൈവം അത് ശമൂവേലിനെ വെളിപ്പെടുത്തി. നാളെ ഇന്നേരത്ത് ബെന്യാമിൻ ദേശക്കാരനായ ഒരാളെ ഞാൻ നിന്റെ അടുക്കൽ അയക്കും. എന്റെ ജനമായ ഇസ്രായേലിനെ ഭരിക്കേണ്ടതിന് നീ അവനെ അഭിഷേകം ചെയ്യണം. അവൻ എന്റെ ജനത്തെ ഫെലിസ്ത്യരുടെ കയ്യിൽ നിന്ന് രക്ഷിക്കും. എന്റെ ജനത്തിന്റെ നിലവിളി എന്റെ അടുക്കൽ എത്തിയിരിക്കൊണ്ട് ഞാൻ അവരെ കടാക്ഷിച്ചിരിക്കുന്നു എന്ന് അരുളി ചെയ്തിരുന്നു. ശമൂവേൽ ശൗലിനെ കണ്ടപ്പോൾ ദൈവം അവനോട്, ഞാൻ നിന്നോട് അരുളി ചെയ്ത ആളിതാ, ഇവനാകുന്നു എന്റെ ജനത്തെ ഭരിപ്പാനുള്ളവനെന്ന് കൽപ്പിച്ചു. അന്നേരം ശൗൽ പടിവാതിക്കൽ ശമൂവേലിന്റെ അടുക്കലെത്തി, ദർശകന്റെ വീട് എവിടെയെന്ന് പറഞ്ഞു തരണമെന്ന് ചോദിച്ചു. ശൗലിനോട്, ദർശകൻ ഞാൻ തന്നെ, എന്റെ കൂടെ ആരാധനാലയത്തിൽ പോരുവിൻ. നിങ്ങൾ ഇന്ന് എന്നോട് കൂടെ ഭക്ഷണം കഴിക്കണം. പ്രഭാതത്തിൽ ഞാൻ നിന്നെ യാത്ര അയക്കാം. നിന്റെ ഹൃദയത്തിൽ ഉള്ളതെല്ലാം പറഞ്ഞു തരാം. 3 ദിവസം മുമ്പേ കാണാതെ പോയ കഴുതുകളെ കുറിച്ച് ചിന്തിക്കേണ്ട. അവയെ കണ്ടുകെട്ടിയിരിക്കുന്നു. എന്നാൽ ഇസ്രായേലിന്റെ ആഗ്രഹമൊക്കെ ആരുടെ മേൽ? നിന്റെ മേലും നിന്റെ സർവ്വഭവനത്തിന്മേലും അല്ലയോ എന്ന് പറഞ്ഞു. അതിന് ശൗൽ, ഞാൻ ഇസ്രായേൽ ഗോത്രങ്ങളിൽ ഏറ്റവും ചെറുതായ ബെന്യാമിൻ ഗോത്രത്തിലുള്ളവനും എന്റെ കുടുംബം ബെന്യാമിൻ ഗോത്രത്തിലെ സകല കുടുംബങ്ങളെയും വെച്ച് ഏറ്റവും ചെറിയതുമായിരിക്കെ നീ ഇങ്ങനെ എന്നോട് പറയുന്നത് എന്ത് എന്ന് ഉത്തരം പറഞ്ഞു. പിന്നെ ശൗലിനെയും അവന്റെ വൃദ്ധനെയും കൂട്ടി വിരുന്നുശാലയിൽ കൊണ്ടുചെന്ന് ക്ഷണിക്കപ്പെട്ടവരുടെ ഇടയിൽ അവർക്ക് പ്രധാന സ്ഥലം കൊടുത്തു. ക്ഷണിക്കപ്പെട്ടവർ ഏകദേശം 30 പേർ ഉണ്ടായിരുന്നു. ശമൂവേൽ വെപ്പുകാരനോട്, നിന്റെ കൈവശം സൂക്ഷിച്ചുകൊള്ളുക എന്ന് പറഞ്ഞു. താൻ തന്നിട്ടുള്ള ഓഹരി കൊണ്ട് വരിക എന്ന് പറഞ്ഞു. വെപ്പുകാരൻ കൈ കുറുകും അതിന്മേലുള്ളതും കൊണ്ടുവന്നു ശൗലിന്റെ മുമ്പിൽ വെച്ചു. നിനക്കായി സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ഇതാ തിന്നുകൊള്ളുക എന്ന് ശമൂവേൽ പറഞ്ഞു. അങ്ങനെ ശൗൽ അന്ന് ശമൂവേലിനോട് കൂടെ ഭക്ഷണം കഴിച്ചു. അവർ ആരാധനാലയത്തിൽ നിന്ന് പട്ടണത്തിലേക്ക് ഇറങ്ങി വന്ന ശേഷം അവന്റെ വീടിന്റെ തട്ടിൽ വെച്ച് ശൗലുമായി സംസാരിച്ചു. പാർക്കുമോ. നിന്നെ പ്രസവിച്ച മറിയാമും നിനക്ക് മാമോദീസ നൽകി യൂഹാനോനും ഞങ്ങൾക്ക് വേണ്ടി നിന്നോട് അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. Jana Madam Raja Diksha
ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. പരിശുദ്ധനായ പൗലോസ്ലീഹ എഫെസ്യർക്ക് എഴുതിയതിൽ നിന്നും ആയി പാറയ്ക്കുമോ Ephesians chapter 4 verses 1 to 16. I therefore the prisoner to the Lord beseech you to walk worthy of the calling with which you were called, with all holiness and gentleness, with long suffering, bearing with one another in love, endeavoring to keep the unity of the Spirit in the bond of peace. There is one body and one Spirit,
just as you were called in one hope of your calling, one Lord, one faith, one baptism, one God and Father, of all, who is above all, and through all, and in you all. But to each one of us grace was given according to the measure of Christ's gift. Therefore he says, when he ascended on high, he led captivity captive and gave gifts to men. Now this he ascended, what does it mean? But that he also first descended into the lower parts of the earth. He who descended is also the one who ascended far above all the heavens, that he might fill all. And he himself gave some to the apostles, some prophets, some evangelists, and some pastors and teachers, for the equipping of the saints, for the work of ministry, for the edifying of the body of Christ, till we all come to the unity of the faith, and of the knowledge of the Son of God, to the perfect man, to the measure of the stature, of the fullness of Christ, that we should no longer be children, tossed to and fro, and carried about with every mind of doctrine, with the trickery of men, in the cunning craftiness of deceitful plotting. But speaking the truth in love, may grow up in all things into Him, who is the head, Christ, from whom the whole body joined and connected together, by what every joint supplies according to the effective working by which every part does its share, causes growth of the body for the edifying of itself in love. Aha, ദൈവത്തിന്റെ ജീവളാസിംഗളറിയിപ്പിനെ കേൾക്കണം. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. ജീവൻ നൽകുന്ന പ്രഖ്യാപനമായ നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ വിശുദ്ധ എവങ്കേലിയോൻ ലോകത്തിന് ജീവൻ രക്ഷയും പ്രസംഗിക്കുന്ന വിശുദ്ധനായ മർക്കോസ് എവങ്കലിസ്റ്റ് എഴുതിയ രക്ഷാ സുവിശേഷത്തിൽ നിന്ന് വിശുദ്ധ കന്യകമറിയാമെന്ന ജഡം ധരിച്ച ദൈവത്തിന്റെ ജീവനുള്ള വചനവും നമ്മുടെ കർത്താവും ദൈവം രക്ഷിതാവുമായ യേശു മിശിഹായുടെ മനുഷ്യ അവതാര വ്യാപാര നാളുകളിൽ ഇവയൊക്കെയും ഇപ്രകാരം സംഭവിച്ചു. വിശുദ്ധനായ മർക്കോസ് എവങ്കലിസ്റ്റ് എഴുതിയ സുവിശേഷം 16-ാം അധ്യായം 14 മുതൽ 20 വരെയുള്ള വാക്കുകൾ. എന്നാൽ ഒടുക്കം 11 പേരും ഭക്ഷണത്തിലിരിക്കുമ്പോൾ അവൻ അവർക്ക് പ്രത്യക്ഷനാവുകയും പുനരുദ്ധാനം ചെയ്ത തന്നെ കണ്ടവരെ വിശ്വസിക്കാത്തതിൽ അവരുടെ വിശ്വാസക്കുറവിനെയും ഹൃദയകാഠിന്യത്തെയും ശാസിക്കുകയും ചെയ്തു. അനന്തരം അവൻ അവരോട്, നിങ്ങൾ ഭൂമിയുടെ അറ്റം വരെയും സകലരോടും എന്റെ സുവിശേഷം പ്രസംഗിപ്പീൻ. വിശ്വസിച്ച് മാമോദീസ ഏൽക്കുന്നവൻ രക്ഷ പ്രാപിക്കും, വിശ്വസിക്കാത്തവൻ ദണ്ഡവിധി അനുഭവിക്കുകയും ചെയ്യും. വിശ്വസിക്കുന്നവർ ഇങ്ങനെ അടയാളങ്ങൾ പ്രവർത്തിക്കും. അവർ എന്റെ നാമത്തിൽ പിശാചുക്കളെ പുറത്താക്കുകയും പുതിയ ഭാഷകളിൽ സംസാരിക്കുകയും സർപ്പങ്ങളെ കയ്യിലെടുക്കുകയും ചെയ്യും. മരണകരമായ വിഷം കുടിച്ചാൽ അവർക്ക് ഉപദ്രവം ഏൽക്കുകയില്ല. രോഗികളുടെ മേൽ കൈവയ്ക്കുകയും രോഗികൾ സുഖം പ്രാപിക്കുകയും ചെയ്യും. നമ്മുടെ കർത്താവായ യേശു അവരോട് സംസാരിച്ച ശേഷം സ്വർഗാരോഹണം ചെയ്ത് ദൈവത്തിന്റെ വലതുഭാഗത്തെ ഇരുന്നു. അവർ പുറപ്പെട്ട് എല്ലാ സ്ഥലത്തും പ്രസംഗിച്ചു.
നമ്മുടെ കർത്താവ് അവരെ സഹായിക്കുകയും അവർ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന അടയാളങ്ങൾ മൂലം അവരുടെ വചനങ്ങളെ സ്ഥിരപ്പെടുത്തുകയും ചെയ്തു പോന്നു. നിങ്ങൾക്കെല്ലാവർക്കും സംപ്രീതി ഉണ്ടായിരിക്കട്ടെ. മലയാളം പേജ് നമ്പർ 316, മംഗ്ലീഷ് പേജ് നമ്പർ 346. കർത്താവിനോട് അനുഗ്രഹങ്ങളും മനോഗുണവും യാചിക്കണം. സ്തുതിയും സ്തോത്രവും പ്രഭയും പുകഴ്ചയും മാഞ്ഞു പോകാത്ത നല്ല ഉന്നതിയും എല്ലാ നാളും വിടാതെ കരയേറ്റുവാൻ നിന്റെ അടിയാരായ ഞങ്ങൾക്ക് സംഗതിയായി തീരണമേ. സ്വർഗീയ ഉയരങ്ങളിൽ അധിവസിക്കുന്ന ദുർഗ്രഹനും വിശുദ്ധ ദൂതന്മാരാൽ ശുശ്രൂഷിക്കപ്പെടുന്ന ഉന്നതനും ബലഹീനരായ മനുഷ്യരുടെ ആരാധനകൾ സ്വീകരിക്കുന്ന കൃപാലു മൂന്ന് ആളതത്വത്തിൽ സ്ഥിതി ചെയ്യുന്ന സത്യ ഏകദൈവവുമേ, നിനക്ക് സ്തുതി. നിന്റെ കൃപാദാനങ്ങൾ അവിടുന്ന് പകരുകയും പ്രധാനാചാര്യന്മാരെ ശ്രേഷ്ഠനാക്കുകയും പ്രതീകങ്ങൾ വെളിപ്പെടുത്തുകയും നിഗൂഢമർമ്മങ്ങളുടെ ഒരു വ്യാഖ്യാനിക്കുന്നവനുമായ നിനക്ക് സ്തോത്രം. അനുഗ്രഹീത തൃത്വത്തിന് സ്തോത്രയാഗം അർപ്പിക്കപ്പെടുന്ന ഈ സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും കാലങ്ങളിലും അടിയങ്ങളായി സോടിയിരിക്കുന്ന ദിവസങ്ങളൊക്കെയിലും സ്തുതിയും ബഹുമാനവും ആരാധനയും യോഗ്യമാകുന്നു. ബുക്കുൽഹന്യാവുമോ സ്വതഹായ പുണ്യം നൽകുന്ന ബലിപീഠത്തിനു മുമ്പാകെയും ദിവ്യം സ്വർഗീയമായ വിശ്വാസങ്ങളുടെ മുമ്പാകെയും ഭയങ്കരമായ വിശ്വകുടുംബാരുടെ മുമ്പാകെയും ബഹുമാനപ്പെട്ട ഈ പെട്ടുകാരുടെ കൈകളാൽ കുന്തിരിക്ക് വയ്ക്കപ്പെടുന്നു. നാം എല്ലാവരും പ്രാർത്ഥിച്ച കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണയും യാചിക്കണം. അനുഗ്രഹിക്കുന്നവനായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്ത് പാപപരിഹാരം നൽകുന്നവനും കൃത്യങ്ങൾ ക്ഷമിക്കുന്നവനും കറകൾ തുടച്ചു നീക്കുകയും അവയോർക്കാതിരിക്കുന്നവനുമായ ദൈവമായ കർത്താവേ, ഞങ്ങളെ സ്നേഹിക്കുന്നവനായ നിന്റെ മഹാകരുണയാൽ അസംഖ്യങ്ങളായ എന്റെ കഠിന പാപങ്ങളും വിശ്വാസികളായ നിന്റെ ജനത്തിന്റെ അപരാധങ്ങളും നീ പൊറുക്കണമേ. ഉത്തമനെ, നിന്റെ കൃപയാൽ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമായ കർത്താവേ, ഞങ്ങളെ നീ വിസ്മരിക്കരുത്. ഞങ്ങളിൽ നിന്ന് വാങ്ങിപ്പോയ ഞങ്ങളുടെ മാതാപിതാക്കളുടെയും സഹോദരി സഹോദരങ്ങളുടെയും നേതാക്കളുടെയും ഗുരുക്കന്മാരുടെയും മഹത്വമുള്ള നിന്റെ സഭയുടെ മക്കളായി വിശ്വാസികളായ നിര്യാണം പ്രാപിച്ച സകലരെയും നീ ഓർക്കണമേ. ദൈവമായ കർത്താവേ, അവരുടെ ആത്മാക്കൾക്കും ദേഹികൾക്കും ശരീരങ്ങൾക്കും നീ സ്വസ്ഥത നൽകണമേ. അവരുടെ അസ്ഥികളിൽ കരുണയും കൃപയുമാകുന്ന പനിമഞ്ഞ് നീ തളിക്കണമേ. കർത്താവും മഹത്വനാഥനുമായ മിശിഹാ തമ്പുരാനെ, ഞങ്ങൾക്കും ഞങ്ങളുടെ പരേതർക്കും നീ വിമോചനവും ആയിരിക്കണമേ. കർത്താവേ, ഞങ്ങളോട് നീ ഉത്തരവരുളയണമേ. ഞങ്ങളുടെ തുണയ്ക്കായി നീ എഴുന്നള്ളണമേ. ഞങ്ങളെ സഹായിക്കണമേ, ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ പ്രാർത്ഥനകളും അപേക്ഷകളും നീ അനുകമ്പാപൂർവം ശ്രദ്ധിക്കണമേ. ദൈവമേ, ഞങ്ങളുടെ അപരാധങ്ങൾ മൂലം ഞങ്ങളുടെ മേൽ വിധിക്കപ്പെട്ടിരിക്കുന്ന സകല ശിക്ഷകളെ ഞങ്ങൾ നീ പിൻവലിക്കണമേ. കർത്താവേ, കോപവടികളെ കരുണാപൂർവം ഞങ്ങൾ തടഞ്ഞ് നീക്കിക്കളയണമേ.
സമാധാനം ഉണ്ടാക്കുന്നവർക്ക് നീ നൽകുന്ന ഭാഗ്യകരമാനുഭവത്തിന് ഞങ്ങളെ നീ അർഹരാക്കി തീർക്കണമേ. നിനക്ക് ഇഷ്ടവും പ്രസാദകരവുമായ ക്രിസ്തീയ പരിപൂർണത സൗജന്യമായി നീ ഞങ്ങൾക്ക് നൽകണമേ. നല്ല അന്ത്യത്തിന് ഞങ്ങളെ എല്ലാവരെയും നീ യോഗ്യരാക്കണമേ. ഞങ്ങൾ നിനക്ക് സ്തുതിയും സ്തോത്രവും കരേറ്റുന്നു. ഓശോ അബുകുല സുബാൻ അവരുമേലും സകലത്തിനും കഴിവുള്ളവനും മഹത്വവാനുമായ പുത്രൻ തമ്പുരാനെ, നിന്റെ സമൃദ്ധമായ കൃപയാലും അതുല്യമായ മനുഷ്യ സ്നേഹത്താലും നീ വിശുദ്ധ കന്യാമറിയാമെന്ന മനുഷ്യനായി അഗ്നിസിംഹാസനത്തിൽ ഉപവിഷ്ടനായി സ്വർഗീയ സേനകളാൽ ആരാധ്യനായിരിക്കുന്ന നീ കന്യകയുടെ ഗർഭമാത്രത്തിൽ വിനീതമായി ഇറങ്ങി വസിക്കുകയും മനുഷ്യനായി പിറന്ന് ഞങ്ങൾക്ക് ജീവന്റെയും രക്ഷയുടെയും വഴി കാണിക്കുകയും ചെയ്തു. നിന്റെ അതുല്യാദേവന് മുമ്പിൽ ഞങ്ങൾ വണങ്ങി നിൽക്കുന്നു. ഞങ്ങളോട് നീ കരുണ ചെയ്യണമേ. ബലഹീനരായി ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളെ പകയ്ക്കുന്നവരിൽ നിന്ന് ഞങ്ങളെ നീ വിടുവിക്കണമേ. നിന്റെ വിജയാശ്രീമായുടെ വാർഷികൾ ഞങ്ങളെ സംരക്ഷിക്കണമേ. ഞങ്ങളുടെ പാതകളിലെ അദൃശ്യ ഗർത്തങ്ങളിൽ നിന്നും ആകസ്മികമായ അപകടങ്ങളിൽ നിന്നും ഞങ്ങളെ കാത്ത് സംരക്ഷിക്കണമേ. പിശാചിന്റെ കണിയിൽപ്പെടാതെ നിന്റെ കാവൽ ഞങ്ങൾക്കുണ്ടാകണമേ. ഞങ്ങളുടെ ജീവിതത്തെ കളങ്കപ്പെടുത്തുന്ന സകല ദുഷ്പ്രവൃത്തികളിൽ നിന്നും പാപക്കറകളിൽ നിന്നും ഞങ്ങളെ കഴുകി വിശുദ്ധീകരിക്കണമേ. നീ നൽകുന്ന പാപമോചനത്താൽ ഞങ്ങളെ സന്തോഷിപ്പിക്കണമേ. നിന്റെ കൃപകളുടെ ശ്രീഭണ്ഡാരം തുറന്ന് നിന്റെ നൽവരത്താൽ ഞങ്ങളെ തൃപ്തരാക്കണമേ. നിന്റെ വിരുന്നിലെ തോഴരോടൊപ്പം ഞങ്ങളെ ആഹ്ലാദിപ്പിക്കണമേ. നിന്റെ വലതുഭാഗത്തെ കുഞ്ഞാടുകളുടെ കൂട്ടത്തിൽ ഞങ്ങളെ നിർത്തണമേ. നിന്റെ ദിവ്യമഹത്വം വെളിപ്പെടുമ്പോൾ നീ തിരഞ്ഞെടുക്കുന്നവരോടൊപ്പം ഞങ്ങളെ സ്വർഗീയ മണവറയ്ക്ക് യോഗ്യരാക്കണമേ. നിന്റെ രണ്ടാമത്തെ എഴുന്നള്ളത്തിൽ ഞങ്ങളെയും നിന്നിൽ വിശ്വസിച്ച് നിന്നുള്ള പ്രത്യാശയിൽ നിദ്ര കൊണ്ടവരെയും നിന്റെ വിശുദ്ധരോടൊപ്പം പന്തിക്കായിരുത്തണമേ. ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുമാറാകണമേ. ഹോശോ അബുകുല സുബാൻ ലവൽമീ. കാബൽ ഹുസൈൻ ഹൗബേ ശുബോനോ ദോഹേ പത്രൈഹുൽ മലോലം ഉൽമി യനോദ് മഹിലുഹാതു യോലാലു ഹോയനവനിമാർ കാദീശ് ആബോ കാദീശു കാദീശ് ബ്രോ Kadesh, Ruho Hayo Kadesho, Dam Kadesh, Lafurmod Hadohe, Abde Kadohes, Nesrahal, Navishosan, Navishosun, Dabohan, Dahain, Wadarabunai, Wadmalfunai, Wadaranidain, Wadkulhunani, Dam Hayim. Yaldadito dilo kadisto batrayhunal malolam volmi ബാർക്കോർ ദിവ്യജാലം ശ്രദ്ധിച്ചുകൊണ്ട് നാം എല്ലാവരും നല്ലവെന്ന് ബഹുമാനപ്പെട്ട പ്രാർത്ഥന ഏറ്റുചൊല്ലണം. സർവശക്തിയുള്ള പിതാവായ സ്വർഗത്തിന്റെയും ഭൂമിയുടെയും ദൈവത്തിന്റെ ഏകപുത്രനും വിശുദ്ധരുമായ ദൈവമാതാവായ ഞങ്ങൾക്ക് വേണ്ടി കുരിശിൽ തറക്കപ്പെട്ട് കഷ്ടതയിൽ പോയിച്ച് മരിച്ചടക്കപ്പെട്ട് മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റ് സ്വർഗ്ഗത്തിലേക്ക് കയറി തന്റെ പ്രധാന വലതുഭാഗത്ത് നിന്ന് ജീവനുള്ളവരെയും മരിച്ചവരെയും വിധിപ്പാൻ
തന്റെ വലിയ ബോധത്തോടെ ആദരിക്കുന്നവനും തന്റെ രാജ്യത്തിന് അവസാനമായ യേശുവിനെ ഞങ്ങൾ വിശ്വസിക്കുന്നു. സകലത്തെയും ജീവിപ്പിക്കുന്ന കർത്താവും പിതാവിനോടും പുത്രനോടും കൂടെ വന്ദിക്കപ്പെട്ട് സ്തുതിക്കപ്പെടുവനും നിരീന്മാരും സ്ത്രീയന്മാരും സംസാരിച്ചുമായ ജീവിതം വിശുദ്ധമായ കാതോലികവും സ്നേഹികവുമായ ഏകവിശ്വസതയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനം മാമോദീസ ഒരിക്കലും മാത്രമാണ് ഞങ്ങൾ ഏറ്റുപറഞ്ഞ് മരിച്ചുപോയവരുടെ എഴുത്തിലും വരുവാനിരിക്കുന്ന ലോകത്തിൽ പുതിയ ജീവിതമായി ഞങ്ങൾ നോക്കി പാർക്കുന്നു. പരസ്പരം സമാധാനം ആശംസിപ്പാൻ ഞങ്ങളെ നീ യോഗ്യരാക്കണമേ. അതിനാൽ നീ നൽകുന്ന രക്ഷയുടെ അനുഭവത്തിന് ഞങ്ങൾ അർഹരായി തീരണമേ. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. സ്നേഹം മൂലം പരിശുദ്ധവും ദൈവമായ ചുമത്താൻ ഓരോരുത്തരും അവനവനടുത്തവന് തമ്മിൽ തമ്മിൽ സമാധാനം കൊടുക്കണം. കൊടുക്കപ്പെട്ടിരിക്കുന്ന പരിശുദ്ധവും ദൈവമായ സമാധാനത്തിന് ശേഷം കരുണയുള്ള കർത്താവിനും ഭാഗ്യ നാം തലകുനിക്കണം. ഉയരത്തിൽ വസിക്കണേ കാര്യങ്ങൾ പോലെ ശ്രദ്ധിക്കുകയും ചെയ്യുന്ന കാരുണ്യവാനായ പിതാവാം ദൈവമേ, തിരുസന്നിധിയിൽ ആദരപൂർവ്വം തലവണങ്ങി നിൽക്കുന്ന നിന്റെ ആരാധകരാകുന്ന ഞങ്ങളുടെ മേൽ വാഴ്വുകൾ വർഷിച്ച് നിന്റെ ഏകജാതന്റെ കൃപയാൽ നീ ഞങ്ങളെ ആശീർവദിക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും സകലത്തിനും പരിശുദ്ധനും ഉത്തമനും വന്ദനും ജീവദായകനും സാരാംശത്തിൽ നിന്നോടൊന്നായിരിക്കുന്ന നിന്റെ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ഹോശോ അബ്ദുല സുബാൻ ലവൽ പിതാവാം ദൈവമേ, വഴിതെറ്റിപ്പോയ മനുഷ്യവംശത്തെ വീണ്ടെടുക്കുവാനായി നിന്റെ ഏകജാതനെ നീ ലോകത്തിലേക്ക് അയച്ചുവല്ലോ. അവർണ്യമായ നിന്റെ മനുഷ്യ സ്നേഹത്തെ പ്രതി ഞങ്ങൾ അണയ്ക്കുന്ന ഈ സ്തോത്രയാഗം നിനക്ക് പ്രീതികരമാകണമേ. ഞങ്ങളുടെ നീതിയിലല്ല നിന്റെ കരുണയിലാകുന്നു ഞങ്ങൾ അഭയപ്പെടുന്നത്. ഞങ്ങളുടെ രക്ഷയ്ക്കായി നിർവഹിക്കപ്പെടുന്ന ഈ വിശുദ്ധ രഹസ്യങ്ങളുടെ അനുഷ്ഠാനം ഞങ്ങളുടെ ശിക്ഷയ്ക്കായി ഭവിക്കരുത്. പിന്നെയോ ഞങ്ങളുടെ രക്ഷയ്ക്കും നിന്നോടുള്ള നന്ദി പ്രകടനത്തിനുമായി അത് പരിണമിക്കണമേ. നാസേക്ലോ ശുഭഹോതൗദീസോ ലിഹിദോയോ
റൂഹോദിലോ കാദീശോ ഓശോകുല സുബാൻലവൽമീ സഹോദരങ്ങളെ നാമെല്ലാവരും അങ്ങയോടും ഭയത്തോടും അന്തത്തോടും വെടുപ്പോടും വിശുദ്ധിയോടും സ്നേഹത്തോടും സത്യശാസ്ത്രമോടും നല്ല ദൈവത്തോടും കൂടി നിന്ന് ബഹുമാനപ്പെട്ട ഈ പെട്ടുകാത്ത കൈകളാൽ നമ്മുടെ മുമ്പാകെ വഹിക്കപ്പെട്ടിരിക്കുന്ന ഭയങ്കരവും പരിശുദ്ധമായ കുർബാനയിൽ സൂക്ഷിക്കണം. എന്നാൽ നാം എല്ലാവർക്കും വേണ്ടി ഇനിയുള്ള വലിയ സകലത്തെയും പിതാവാം ദൈവത്തിന് നിരപ്പിലും സമാധാനത്തിലും മണിക്കുന്നു. സമാധാനം വലിയ സ്തോത്രവുമാകുന്നു. പിതാവാം ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ പുത്രന്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സംബന്ധവും ആവാസവും എന്റെ സഹോദരങ്ങളെ നിങ്ങളെല്ലാവരോടും കൂടെ നാളും ഉണ്ടായിരിക്കട്ടെ. ഈ സമയത്ത് നാം എല്ലാവരുടെയും മനസ്സുകളും ചിന്തകളും ഹൃദയങ്ങളും ഉയരങ്ങളെ പിതാവാം ദൈവത്തിന്റെ വലതുഭാഗത്ത് മശിയാതമ്പുരാൻ എഴുന്നള്ളിയിരിക്കുന്ന മഹോന്നതങ്ങളിലായിരിക്കണം. ഭയഭക്തിയോടുകൂടെ കർത്താവിനെ നമുക്ക് സ്തോത്രം ചെയ്യാം. സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും ഭൂമിയും സ്വർഗീയ ഊർസ്ലേമിൽ പേരെഴുതപ്പെട്ടിട്ടുള്ള ആദിജാതന്മാരും മാലാകമാരും പ്രധാന മാലാകമാരും റീശേനും ഓസേന്മാരും ശുൽത്തോനന്മാരും മൗത്തുബേന്മാരും ഓറാവോസേന്മാരും ഹൈലേന്മാരും അനേക കണ്ണുകളുള്ള കരൂബുകളും കാലുകളും മുഖവും മറച്ചുകൊണ്ട് പരസ്പരം പറന്നുയർന്ന് കാദേശ് ഗാനങ്ങൾ പാടുന്ന ആറാറ് ചിറകുകളുള്ള സറാഫുകളുമായ സ്വർഗീയ സേനകൾ മഹത്വപ്പെടുത്തുന്നവനെ നമുക്കും മഹത്വപ്പെടുത്താം. വം കദേശം ഖോയേ വമാറേ പാപമില്ലാത്തവനായ പുത്രൻ തമ്പുരാൻ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി കുരിശുമരണം അനുഭവിക്കുവാൻ തയ്യാറായപ്പോൾ തന്റെ തൃക്കരങ്ങൾ അപ്പമെടുത്ത് പിതാവാം ദൈവമേ നിന്നെ സ്തോത്രം ചെയ്തു. ശുദ്ധീകരിച്ച് മുറിച്ച തന്റെ പരിശുദ്ധ സ്നേഹന്മാർക്ക് നൽകിക്കൊണ്ട് ഇപ്രകാരം അരുളി ചെയ്തു. നിങ്ങളിത് വാങ്ങി ഭക്ഷിപ്പീൻ, നിങ്ങൾക്കും മറ്റനേകർക്കും വേണ്ടി മുറിക്കപ്പെടുന്ന എന്റെ ശരീരം പാപങ്ങളുടെ പരിഹാരത്തിന് നിത്യജീവനുമായി ഇത് നിങ്ങൾക്ക് നൽകപ്പെടുന്നു. വൽഹായേതൽവോലം ഒൽമീ ഔദാശികമായ താഴം കഴിഞ്ഞ ശേഷം കർത്താവ് വീഞ്ഞുവെള്ളവും പാനപാത്രത്തിൽ കലർത്തി തന്റെ തൃക്കരങ്ങളിലെടുത്ത് പിതാവാം ദൈവമേ നിന്നെ സ്തോത്രം ചെയ്തു. ശുദ്ധീകരിച്ച് തന്റെ പരിശുദ്ധ സ്നേഹന്മാർക്ക് നൽകി പ്രകാരം അരുളി ചെയ്തു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങിപ്പാനം ചെയ്യുവിൻ. നിങ്ങൾക്കും മറ്റനേകർക്കും വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയുടെ രക്തം പാപമോചനത്തിന് നിത്യജീവനുമായി ഇത് നിങ്ങൾക്ക് നൽകപ്പെടുന്നു. വൽഹായേതൽവോലം ഒൽമീ. എന്റെ ഓർമ്മയ്ക്കായി നിങ്ങൾ അനുഷ്ഠിക്കുകയും ഓരോ പ്രാവശ്യം ഈ അപ്പം നിങ്ങൾ ഭക്ഷിക്കുകയും പാനപാത്രത്തിൽ നിന്ന് കുടിക്കുകയും ചെയ്യുമ്പോൾ എന്റെ മരണം നിങ്ങൾ പ്രസംഗിക്കുകയും എന്റെ ഉയർത്തെഴുന്നേൽപ്പിനെ ഏറ്റുപറയുകയും ചെയ്യുവീനെന്ന് കർത്താവ് അരുളി ചെയ്തു. അദാമോദോസേനോ. നിന്റെ
പ്രസംഗിക്കുകയും നിന്റെ ഉയർത്തെഴുന്നേൽപ്പിനെ ഏറ്റുപറയുകയും ചെയ്യുന്നു. പിതാവാം ദൈവത്തിന്റെ വലതുഭാഗത്ത് നീയിരിക്കുന്നതും നീതിയോടെ ഭൂമണ്ഡലത്തെ ന്യായം വിധിച്ച് ഓരോരുവനോനവന്റെ പ്രവൃത്തികൾക്ക് അനുസരണമായി പ്രതിഫലം നൽകുന്നതിന് വേണ്ടിയുള്ള ഭ്രമജനകമായ നിന്റെ പുനരാഗമനത്തെ ഞങ്ങൾ ധ്യാനിച്ചുകൊണ്ട് നിന്റെ നിയോഗപ്രകാര രക്തരഹിതമായി ബലി ഞങ്ങൾ നിനക്ക് അർപ്പിക്കുന്നു. ഞങ്ങളുടെ പാപങ്ങൾക്ക് അനുസരണമായി നീ ഞങ്ങൾക്ക് പ്രതിഫലം നൽകുകയും ഞങ്ങളുടെ ലംഘനങ്ങൾ സ്മരിച്ച് ഞങ്ങളെ ശിക്ഷിക്കുകയും വരുതേ. പിന്നെയോ നിന്റെ മഹാകരുണയ്ക്കും ഓർണയുമായ നിന്റെ മനുഷ്യ സ്നേഹത്തിനും അനുയോജ്യമാം വിധം നിന്റെ ദാസരായ ഞങ്ങളുടെ അപരാധങ്ങൾ ക്ഷമിക്കണമേ. നിന്റെ ജനവും അവകാശവുമാകുന്ന ഞങ്ങൾ നിന്റെ മധ്യസ്ഥതയിൽ അഭയപ്പെട്ട് നിന്റെ പിതാവിനോട് സർവശക്തിയുള്ള പിതാവാം ദൈവമേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ എന്ന് നിലവിളിക്കുന്നു. പിതേക്കാം ക്ലാബോ കാതമറോ വയ്ക്കപ്പെട്ടിരിക്കുന്ന ഈ പരിശുദ്ധ കുർബാനയിൽ പൂർണ്ണയാവശ്യത്ത് അതിനെ ശുദ്ധീകരിക്കുന്ന ഈ നാളിൽ എത്ര ഭയങ്കരം, ഈ സമയം എത്ര ഭ്രമികതമാകുന്നു. നിങ്ങൾ അടുത്തോടും ഭയത്തോടും നിന്നുകൊണ്ട് പ്രാർത്ഥിപ്പീൻ. കർത്താവേ എന്നോട് ഉത്തരമരുളണമേ. കർത്താവേ എന്നോട് ഉത്തരമരുളണമേ. കർത്താവേ എന്നോട് ഉത്തരമരുളി. നല്ലവനെ ദൈവതോന്നി എന്നിൽ കരുണ ചെയ്യണമേ. പരിശുദ്ധ റൂഹാവസിച്ച ഈ അപ്പത്തെ ജീവൻ നൽകുന്ന ശരീരവും രക്ഷാകരമായ ശരീരവും നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ ശരീരവുമായി പൂർത്തീകരിക്കുമാറാകട്ടെ. പരിശുദ്ധ റൂഹാവസിച്ച ഈ കാസായിലെ കലർപ്പിനെ പുതിയ ഉടമ്പടിയുടെ രക്തവും രക്ഷാകരമായ രക്തവും നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ രക്തവുമായി താൻ പൂർത്തീകരിക്കുമാറാകട്ടെ. കർത്താവേ വിശുദ്ധാരഹസ്യങ്ങളുടെ അനുഭവത്താൽ ഞങ്ങളുടെ ആത്മശരീരദേഹികൾ ശുദ്ധീകരിക്കപ്പെടണമേ. സൽപ്രവൃത്തികളാകുന്ന ഫലങ്ങൾ അവർ പുറപ്പെടുവിക്കുമാറാകണമേ. വിശ്വാസമാകുന്ന പാറമേൽ പണിയപ്പെട്ടിരിക്കുന്നതും പാതാള ശക്തികൾക്ക് അജയവുമായ വിശുദ്ധ സഭയുടെ ശക്തീകരണത്തിനുമായി ഇവയുടെ സ്വീകരണം ഭവിക്കണമേ. വിശ്വാസ വൈപരീത്യങ്ങളാകുന്ന വിരുദ്ധതകളിൽ നിന്റെ ഇടവുകയെ നീ കാത്തുകൊള്ളണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും നിന്റെ പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും എന്നാളും പാടുമാറാകണമേ. ഹോശോ വബകൂല സുബാൻ ലവൽ നമ്മുടെ അധ്യക്ഷന്മാരായിരുന്ന 4 ഭാഗങ്ങളിലുമുള്ള ദൈവത്തിന്റെ വിശുദ്ധ സഭകളെ മേശിരിക്കുന്ന ശുദ്ധിമാന്മാരും ബഹുമാനപ്പെട്ടവരും ഭാഗ്യവാന്മാരുമായ ദൈവത്തെ നിർത്തപ്പെട്ടു പോരുന്ന നമ്മുടെ പാത്രികന്മാരായ ആവന്മാർ ജ്ഞാതിയോസിനു വേണ്ടിയും ആവന്മാർ ബസീലിയോസ് മാർത്തോമാ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവായിക്ക് വേണ്ടിയും ആവന്മാർ ഗ്രിഗോറിയോസിനു വേണ്ടിയും നമ്മുടെ മേൽപ്പെട്ടക്കാരന്മാരായ ആവന്മാർ കോറിലോസിനു വേണ്ടിയും ആവന്മാർ തെയോഫിലോസിനു വേണ്ടിയും സത്യവിശ്വാസികളായ ശേഷമുള്ള സകല എപ്പിസ്കോപ്പന്മാർക്ക് വേണ്ടിയും മകത്വവും ഭയങ്കരവും പരിശുദ്ധമായ ഈ സമയത്ത് ദൈവമായ കർത്താവിനോട് നാം അപേക്ഷിച്ച് പ്രാർത്ഥിക്കണം. കർത്താവേ നിന്റെ പരിശുദ്ധ സഭയ്ക്ക് ആവശ്യമായ നൽവരങ്ങൾ നൽകി അതിനെ പുലർത്തണമേ. അതിലെ മേൽപ്പെട്ടക്കാരെ നീതിയിലും സത്യത്തിലും ഉറച്ചു നിൽക്കുവാൻ നീ സഹായിക്കണമേ. നിന്റെ ദിവ്യപരിപാലനത്തിന് കീഴിൽ വിശുദ്ധ എവങ്കേലിയോൻ പ്രകാരം നിന്റെ പരിശുദ്ധ സഭയിൽ കാര്യവിചാരക ശുശ്രൂഷ നിർവഹിക്കുന്നതിനാവശ്യമായ ദൈവീക നൽവരങ്ങൾ നീ അവർക്ക് സമൃദ്ധിയായി ചൊരിഞ്ഞു കൊടുക്കണമേ.
وبقول سبحان له الميل. ഭാരതമോ സൗശിഷ്ഠ ദൈവമായ കർത്താവേ, പലവിധം കഠിന പരീക്ഷകളിൽ അകപ്പെട്ട് നിന്നുള്ള ആശ്രയിക്കുന്നവരുടെ രക്ഷയ്ക്ക് വേണ്ടിയും വേഗത്തിൽ നീ അവരെ രക്ഷിക്കുന്നതിന് വേണ്ടിയും ഈ നാഴികളിൽ ഈ സമയത്ത് ഞങ്ങൾ ഓർക്കുവാനായിട്ട് നിസാരവും ബലഹീനവുമായ ഞങ്ങളുടെ മുൻകൂട്ടി കൽപ്പിച്ച ഞങ്ങളുടെ താല്പര്യപ്പെടുത്തിയുള്ള വിശ്വാസികളെയും സത്യക്രിസ്ത്യാനികളുമായ ഞങ്ങളുടെ സഹോദരങ്ങളെ എല്ലാവരെയും ഞങ്ങൾ ഓർക്കുന്നു. ദൈവത്താൽ പാലിക്കപ്പെട്ടിരിക്കുന്ന ഈ വിശുദ്ധ സഭയുടെ മക്കളാവുന്ന വിശ്വാസികളായ എല്ലാവർക്കും അന്യോന്യവും അഭിവൃദ്ധിയും ഉണ്ടാകാനായിട്ടും ആ സുഹൃത്തുനായിട്ട് കർത്താവോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ, നിന്റെ ബന്ധിതരും രോഗികളും ദരിദ്രരും പീഡിതരും പലതരം കഷ്ടങ്ങളാൽ വലയുന്നവരുമായ ഞങ്ങളുടെ സഹോദരങ്ങളെ നീ സഹായിക്കണമേ. ദുഷ്ടമനുഷ്യരുടെ സകലാക്രമങ്ങളും പൈശാചിക ഉപദ്രവങ്ങളും പാപങ്ങൾ മൂലം വന്നുകൂടാവുന്ന ശിക്ഷകളും നീ അനുകമ്പാപൂർവം തടയണമേ. കർത്താവേ, നീ സർവശക്തനായ ദൈവമാകുന്നുവല്ലോ. ലിഖിതോയോ ബ്രോവൽ റൂഹോ ദിലോ കാദീശോ ഓശോ വബകുല സുബാൻ ലവൽ മീ. ഭാഗ്യമാറുന്ന ദൈവത്തിന്റെ സഭകളെയും സത്യവിശ്വാസം നിർദ്ധരിപ്പിച്ച വിശ്വാസികളും സത്യക്രിസ്ത്യാനികളുമായ സഹഭരണകർത്താക്കളെയും ഞങ്ങൾ ഓർക്കുന്നു. പട്ടക്കാരും വിശ്വാസികളായ ജനങ്ങളുടെ സംഘം ക്രിസ്ത്യാനി സമൂഹം മുഴുവനും സുഹൃതമുള്ളവരായി തീരുവാനായിട്ട് കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ, നീ ഭരണാധികാരികളെ നീതിനിഷ്ഠരുടെ വഴി അന്വേഷിച്ചവരുമാക്കി തീർക്കണമേ. അതിനാൽ ശാന്തവും സമാധാനപൂർണവുമായ ജീവിതം നയിപ്പാൻ നീ ഞങ്ങൾക്കിടയാക്കണമേ. നന്മയെ ഞെരുക്കുന്ന വിരുദ്ധ ശക്തികളെ അമർ ചെയ്യുവാനുള്ള ശേഷി നീ ഞങ്ങൾക്ക് നൽകി. നീതിയുടെ പരിപാലനത്തിന് നിരാശ്രയരുടെ സംരക്ഷണത്തിൽ ഞങ്ങളെ പ്രാപ്തരാക്കണമേ. ഭൂമിയിലെ സകലവംശത്തിൽ നിന്ന് ഭാഗ്യങ്ങൾക്ക് യോഗ്യതയുള്ളവളും വിശുദ്ധിയുള്ളവളും മഹത്വമുള്ളവളും അനുഗ്രഹിക്കപ്പെട്ടവളും നിത്യകന്യകയും ഭാഗ്യവതിയുമായ ദൈവമാതാവായ മറിയാമിനെ ഞങ്ങൾ ഓർക്കുന്നു. അവളോടുകൂടെ പരിശുദ്ധന്മാരായ നിബ്യന്മാരെയും പ്രസംഗക്കാരായ സ്ലീഹന്മാരെയും എവൻഗേലിസ്തന്മാരെയും സഹോദരന്മാരെയും മൗദാന്യന്മാരെയും ഭാഗ്യവാനന്തര യജമാനും മുന്നോട്ടുകാരനുമായ മാരിമാനോൻ മംദാനായെയും ശമാശന്മാരിൽ പ്രധാനിയും സഹോദരന്മാരിൽ മുമ്പനുമായ പരിശുദ്ധനും മഹത്വമുള്ളവനുമായ മാർ സേഫാനോസിനെയും സ്ലീഹന്മാരിൽ തലവന്മാരായ ഉന്നതപ്പെട്ടമാർ പത്രോസിനെയും മാർ പൗലോസിനെയും നമ്മുടെ പിതാവായ മാർ തോമാസ് ലീഹായെയും ശേഷം സകല ശുദ്ധിമാന്മാരെയും ശുദ്ധിമതികളെയും അതുപോലെ നാം ഓർക്കണം. അവരുടെ പ്രാർത്ഥന കോട്ടയായിരിക്കട്ടെ. കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. സകലത്തിനും കഴിവുള്ളവനായ പിതാവാം ദൈവമേ, സ്വർഗത്തിൽ പേരെഴുതപ്പെട്ടിട്ടുള്ള കടിഞ്ഞൂലുകളുടെ സമൂഹത്തോട് നീ ഞങ്ങളെയും കൂട്ടിച്ചേർക്കണമേ. അവർ തിരുവൻപാകം ഞങ്ങളെ ഓർക്കുകയും ഈ ആത്മീക വിലയിൽ ഞങ്ങളോട് ഒരുമിച്ച് നിന്നെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നുവല്ലോ. ഞങ്ങൾ അവരുമായി നിരന്തരമായ സംസർഗത്തിൽ കഴിയുവാൻ നീ ഇടയാക്കണമേ. അവരുടെ പ്രാർത്ഥനകളാൽ ബലഹീനർക്ക് സംരക്ഷണവും അരിഷ്ടർക്ക് മനോധൈര്യവും വാങ്ങിപ്പോയവർക്ക് നിത്യതയും നീ പ്രദാനം ചെയ്യണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും സകലത്തിൽ ഒത്തുമനും ഒന്നിനും സാരാംശത്തിനോടൊന്നായിരിക്കുന്ന നിന്റെ പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും പാടുമാറാകണമേ. സ്ലൈഹിയും കുറ്റമില്ലാത്തതുമായ ഏകവിശ്വാസത്തെ പാലിച്ചു ഞങ്ങൾ കേൾപ്പിച്ചു തന്നവരായി ശുദ്ധിമാന്മാരുടെ സ്ഥലത്ത് ശുദ്ധതയോട് മുൻകൂട്ടി നിദ്ര പ്രാപിച്ച് വിശ്രമിക്കുന്നവരെയും നിഖ്യായിലും കുസ്തന്തീനോപോലിസിലും എഫേസൂസിലും വെച്ചിട്ടായ പുണ്യപ്പെട്ടവയും പരിശുദ്ധങ്ങളുമായ മൂന്നാമതോ സുന്നകദോസുകളെയും അവയിലുണ്ടായിരുന്ന നീതിമാന്മാരും മൽപ്പാന്മാരും സ്തുതിക്കപ്പെട്ടവരും ദൈവത്തെ ധരിച്ചവരുമായ ഞങ്ങളുടെ പിതാക്കന്മാരെയും യെരൂശലേമിന്റെ ഒന്നാമത്തെ പ്രധാന ആചാര്യനും പുണ്യവാനും സ്ലീഹായും സഹദായുമായ യാക്കോബും
ഇഗ്നാത്തിയോസും ക്ലീമീസും ദീവനാസിയോസും അത്തനാസിയോസും യൂലിയോസും ബെസേലിയോസും ഗ്രീഗോറിയോസും ദിയസ്കോറോസും തീമോത്തിയോസും പീലക്സീനോസും അന്തിമോസും ഇയാവാനിസും വചനമായ ദൈവം ശരീരിയായി തീർന്നുവെന്ന് നമ്മുടെ ദൈവമായ മശിഹായുടെ മനുഷ്യാവതാരത്തെക്കുറിച്ച് സ്പഷ്ടമായി തെളിയിച്ചവനും സത്യവാനും ഉന്നത ഗോപുരവുമായ പ്രസിദ്ധനായ മോർ കൂറിലോസും സുറിയാനിക്കാരുടെ കിരീടവും ദൈവത്തിന്റെ വിശുദ്ധ സഭ മുഴുവന്റെയും വിവേകമുള്ള വായും തൂണും മൽപ്പാനും പുഷ്പങ്ങൾ കൊണ്ട് നിറഞ്ഞ മേച്ചിൽ സ്ഥലവും മറിയം സംശയം കൂടാതെ ദൈവമാതാവെന്ന് എല്ലായ്പ്പോഴും പ്രസംഗിച്ചവനുമായ ഞങ്ങളുടെ പാത്രിയർക്കീസ് മോർ സേവേറിയോസും സത്യവിശ്വാസത്തിൽ നിലർത്തിയ നീതിമാനും പരിശുദ്ധനുമായ ഞങ്ങളുടെ ബാബാമാർ യാക്കോബ് വൃദ്ധാനായും മോർ അപ്രേമും മോർ യാക്കോബും മോർ ഇസഹാക്കും മോർ ബാലായിയും ദുഃഖിതന്മാരിൽ തലവനായ മോർ ബർസവുമായും മോർ ഷെമൂൻ ദസ്തുനിയും തെരഞ്ഞെടുക്കപ്പെട്ട മോർ അബഹായും എൽദോ മോർ ബെസേലിയോസും മലങ്കരയുള്ള പരിശുദ്ധന്മാരായ മോർ ഗ്രീഗോറിയോസും മോർ ദിവനാസിയോസുമായ ഞങ്ങളുടെ പിതാക്കന്മാരെയും ചൊവ്വുള്ളതും കുറ്റമില്ലാത്തതുമായ ഏകവിശ്വാസത്തെ പാലിച്ച് ഞങ്ങൾക്ക് ഏൽപ്പിച്ചു തന്നവരായി ഇവരുടെ മുൻപും ഇവരോടുകൂടെയും ഇവർക്ക് ശേഷമുള്ളവരെയും ഞങ്ങൾ ഓർക്കുന്നു. അവരുടെ പ്രാർത്ഥന നമുക്ക് കോട്ടയായിരിക്കട്ടെ. കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ, പ്രാരംഭം മുതൽ വിശുദ്ധ സഭയിൽ ശുശ്രൂഷ ചെയ്ത് വിശ്വാസം സംരക്ഷിച്ച സകല പിതാക്കന്മാരെയും ഞങ്ങൾ ഓർക്കുന്നു. അവരുടെ പ്രാർത്ഥനകളാൽ ഞങ്ങളെ അലട്ടുന്ന തർക്കങ്ങളെയും വേദവിപരീതങ്ങളെയും ചിത്രവാസനകളെയും നീ ഇല്ലായ്മ ചെയ്യണമേ. വിശ്വാസത്തിന്റെ ഐക്യത്തിലും സമാധാനത്തിലും നിന്റെ സാക്ഷ്യം വഹിപ്പാൻ നിന്റെ സഭയെ നീ പ്രാപ്തമാക്കണമേ. അരോപികളിൽ ചടങ്ങളുടെ മുടയവനായിരിക്കുന്ന പിതാവാം ദൈവമേ, സത്യവിശ്വാസത്തിൽ മുൻകൂട്ടി നിന്റെ പ്രാപിച്ച് വിശ്രമിച്ച് നിന്റെ അടുക്കൽ വന്നു ചേർന്നവരായ ഈ പരിശുദ്ധ മദ്വായിൽ നിന്നും ഈ പള്ളിയിൽ നിന്നും ഈ സ്ഥലത്തിൽ നിന്നും എല്ലാ ഭാഗങ്ങളിൽ നിന്നും സ്നേഹത്തോടും സത്യവിശ്വാസത്തോടും കൂടി വാങ്ങിപ്പോയിരിക്കുന്ന വിശ്വാസികളെ സകലം മരിച്ചു പോയവരെയും ഞങ്ങൾ ഓർക്കുന്നു. അവരുടെ ആത്മാക്കളെയും അരൂപികളെയും തന്റെ അടുക്കൽ എടുത്തുകൊണ്ടവനായ നമ്മുടെ ദൈവമായ മശിഹായുടെ ധാരാളമായ തന്റെ അനുഗ്രഹങ്ങൾ മൂലം കടങ്ങളുടെ പരിഹാരത്തിനും പാപമോചനത്തിനും അവരെ യോഗ്യരാക്കുവാനും നമ്മയും അവരെ തന്റെ സ്വർഗരാജ്യത്തിൽ ചേർത്തുകൊള്ളാനുമായിട്ട് നാം അപേക്ഷിച്ച് പ്രാർത്ഥിച്ച് 3 പ്രാവശ്യം കുറിയലായിസോൻ നട്ടോസിച്ച് പറയണം. കർത്താവേ, സത്യവിശ്വാസത്തോടെ ഞങ്ങളിൽ നിന്ന് വേർപിരിഞ്ഞു പോയ എല്ലാവരെയും തിരുസന്നിധിയിൽ ഞങ്ങൾ ഓർക്കുന്നു. അവർക്ക് നീ വിശ്രമവും നിത്യതയും പ്രദാനം ചെയ്യണമേ. നിന്റെ മുഖപ്രകാശം പരിലസിക്കുന്നിടത്ത് നീ അവരെ കൂട്ടിച്ചേർക്കണമേ. അവരുടെ ശിക്ഷാവിധിക്ക് നീ തുനിയരുത്. പിന്നെയോ അവരുടെ പാപങ്ങൾ പരിഹരിച്ച് അവരെ നീതീകരിക്കണമേ. എന്നാൽ മനുഷ്യാവതാരം ചെയ്ത നിന്റെ ഏകജാതനൊഴികെ കുറ്റമില്ലാത്തവരായി ഞങ്ങളിൽ മറ്റാരുമില്ലല്ലോ. അതിനാൽ കരുണയും പാപമോചനവും പ്രാപിപ്പാൻ ഞങ്ങളും ഞങ്ങളുടെ വാങ്ങിപ്പോയവരും നിന്റെ ഏകജാതനിൽ തന്നെ ശരണപ്പെടുന്നു. സത്യവിശ്വാസത്തോടുകൂടി ഞങ്ങളിൽ നിന്ന് വാങ്ങിപ്പോയിരിക്കുന്ന സകല മനുഷ്യരെയും നീ ആശ്വസിപ്പിച്ച് പുണ്യപ്പെടുത്തണമേ. മനസ്സോട് മനസ്സോടാതെ അറിവോട് അറിവോടാതെ നിന്റെ മുന്നിൽ ഞങ്ങളും അവരും ചെയ്തു പോയിട്ടുള്ള പിഴകളെ ക്ഷമിക്കണമേ. പിതാവാം ദൈവമേ, അവസാന ശ്വാസം വരെ പാപത്തിൽ നകർന്ന് വിശ്വാസ സ്ഥിരതയിൽ ജീവിപ്പാൻ നീ ഞങ്ങളെ സഹായിക്കണമേ. ഈ ലോകത്തിൽ ഞങ്ങളുടെ മരണം എപ്പോഴോ എവിടെയോ എങ്ങനെയോ എന്ന് ഞങ്ങൾ അറിയുന്നില്ല. തിരുഹിത പ്രകാരം ഇവിടെ നിന്ന് എപ്പോൾ പിരിയേണ്ടി വന്നാലും നിന്റെ തെരഞ്ഞെടുക്കപ്പെട്ടവരോട് ഞങ്ങളെയും ഇടകലർത്തണമേ. സകലത്തിൽ നിന്ന പോലെ ദിവ്യബലിയുടെ അനുഷ്ഠാനം വഴി ബഹുമാന്യവും അനുഗ്രഹീതവുമായ നിന്റെ തിരുനാമം ഞങ്ങളുടെ കർത്താവായ യേശുമിശിഹായുടെയും പരിശുദ്ധ റൂഹായുടെയും നാമങ്ങളോട് ഒരുമിച്ച് സ്തുതിക്കപ്പെട്ട് പുകഴ്ത്തപ്പെടുമാറാകണമേ. നിങ്ങൾക്കെല്ലാവർക്കും
സമാധാനമുണ്ടായിരിക്കട്ടെ. വലിയവനും നമ്മുടെ രക്ഷിതാവുമായ യേശുമിശിഹാ ദൈവത്തിന്റെ കൃപയും അനുഗ്രഹങ്ങളും എന്റെ സഹോദരങ്ങളെ നിങ്ങളെല്ലാവരോടും കൂടെ നാളും ഉണ്ടായിരിക്കട്ടെ. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, നിന്റെ അനുഗ്രഹങ്ങളാലും കരുണയാലും രോഗികൾക്ക് പൂർണ്ണ സൗഖ്യവും, ഞെരുക്കിത്തിരിക്കുന്നവർക്ക് ഒരാശ്വാസവും, എത്തിക്കപ്പെട്ടിരിക്കുന്നവർക്ക് വിടുതലും, അകലെ പോയിരിക്കുന്നവർക്ക് തിരിച്ചുവരവും, സമീപസ്ഥർക്ക് കാവലും നൽകണമേ. ഭിന്നിച്ചിരിക്കുന്നവർക്ക് ഐക്യവും സ്നേഹവും, ചിന്നിപ്പോയിരിക്കുന്നവർക്ക് അരൂപവും, കാണാതെ പോയിരിക്കുന്നവർക്ക് കണ്ടെത്തലും, വിലപിച്ചിരിക്കുന്നവർക്ക് ആശ്വാസവും, ക്ഷീണിച്ചിരിക്കുന്നവർക്ക് വിശ്രമവും, സന്തുഷ്ടിയും, വിധവമാർക്ക് മനോധൈര്യവും സഹായവും, ദരിദ്രർക്ക് പോഷണവും സംതൃപ്തിയും, പാപികൾക്ക് പരിപൂർണ്ണ മോചനവും നൽകണമേ. ആചാരത്തിന് നല്ല ഉന്നതിയും, ശുശ്രൂഷകർക്ക് വെണ്മ കൊടുക്കുകയും, നിന്റെ നിരപ്പ് ഭൂമിയിലെ രാജ്യങ്ങളിൽ വാഴുകയും, യുദ്ധങ്ങൾക്ക് ഒതുക്കവും, മരിച്ചവർക്ക് ആശ്വാസവും, ഞങ്ങൾക്ക് കടങ്ങളുടെയും പാപങ്ങളുടെയും മോചനവും നൽകണമേ. പിതാവാം ദൈവമേ, കരൂപുകൾ നിന്നെ വാഴ്ത്തുന്നു, സറാഫുകൾ നിന്നെ പുകഴ്ത്തുന്നു, വിശേഷ ബുദ്ധിയുള്ള നിരവധിയായ സ്വർഗീയ ഗണങ്ങൾ നിനക്ക് സ്തുതിഗാനങ്ങൾ ആലപിക്കുന്നു. അവ നീ സ്വീകരിക്കുന്നത് പോലെ നിനക്ക് ആദരപൂർവ്വം ഞങ്ങൾ സമർപ്പിക്കുന്ന സ്തോത്രങ്ങളും വഴിപാടുകളും നീ ശുദ്ധീകരിച്ച് നിന്റെ ദൈവത്വത്തിന് സ്വീകാര്യമാക്കണമേ. ഞങ്ങളുടെ കർത്താവായ യേശുമിശിഹായുടെ പിതാവായ നിന്നെ നിർമ്മലമായ ഹൃദയത്തോടും ശരീരാത്മവെടിപ്പോടും ആത്മധൈര്യത്തോടും കൂടെ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് വിളിച്ചുകൊണ്ട് നിന്റെ ഏകജാതൻ പഠിപ്പിച്ച പ്രകാരം പ്രാർത്ഥിപ്പാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ തിരുവിഷ്ടം സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, ഞങ്ങളോട് രക്ഷപ്പെടണമേ.
രക്ഷിച്ചുകൊള്ളണമേ. എന്നോട് രാജ്യം ശക്തിയുമാകുന്നു എന്നേക്കുമുള്ളതാകുന്നു. ആമേൻ. ദൈവമായ കർത്താവേ, അസഹനീയമായ പരീക്ഷകൾക്ക് നീ ഞങ്ങളെ വിധേയരാക്കരുതേ. പൈശാചിക പ്രലോഭനങ്ങൾക്ക് ഞങ്ങൾ വശംവദരാവുകയും വരുതേ. നാലോവേ തടഞ്ഞ ദുഷ്ടനിൽ നിന്ന് ഞങ്ങളെ നീ സംരക്ഷിക്കണമേ. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. അനുഗ്രഹപ്പെട്ട രഹസ്യങ്ങൾക്ക് കിടന്നു മുമ്പ് വീണ്ടും കർണകള കർത്താവിനുമാകെ നാം തലോനിക്കണം. കർത്താവേ, നിന്റെ ദാസനായ ഞങ്ങൾ സമ്പന്നമായ നിന്റെ ശ്രീഭണ്ഡാരത്തിൽ നിന്ന് സമൃദ്ധമായ നിന്റെ കൃപകൾ പ്രതീക്ഷിച്ചുകൊണ്ട് ശിരസ് നമിച്ചു നിൽക്കുന്നു. നിന്റെ കരുണയാൽ ഞങ്ങളുടെ ശരീരാത്മദേഹികളെ പവിത്രമാക്കണമേ. നിന്റെ സ്വർഗീയ വാഴ്വുകൾ പ്രവഹിപ്പിച്ച് ഞങ്ങളെ ധന്യരാക്കണമേ. ഞങ്ങളുടെ രക്ഷിതാവായ മിശിഹാ തമ്പുരാന്റെ ജീവദായകമായ രഹസ്യങ്ങളെ സ്വീകരിപ്പാൻ ഞങ്ങളെ നീ യോഗ്യരാക്കി തീർക്കണമേ. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധവും മഹത്വമുള്ളതും സൃഷ്ടിയല്ലാത്ത സ്വയംഭൂവും അനാദ്യവും വന്യവും സാരാംശത്തിലൊന്നായിരിക്കുന്ന തൃത്വത്തിന്റെ കൃപയും അനുഗ്രഹങ്ങളും എന്റെ സഹോദരങ്ങളെ നിങ്ങളെല്ലാവരോടും കൂടെ എന്നാളും ഉണ്ടായിരിക്കട്ടെ. ഭയത്തോടും വിരലോടും നാം സൂക്ഷിക്കണം. ഈ വിശുദ്ധതകൾ വിശുദ്ധിയുള്ളവർക്കും വെടിപ്പുള്ളവർക്കും നൽകപ്പെടുന്നു. ഒന്നായിരിക്കുന്ന കരുണയോടെ ലോകത്തെ സൃഷ്ടിച്ച പരിശുദ്ധനായ പിതാവ് നമ്മോടുകൂടെ തന്റെ വിലയേറിയ പീഡാനുഭവം മൂലം അതിനെ വീണ്ടെടുത്ത പരിശുദ്ധനായ പുത്രൻ നമ്മോടുകൂടെ ഉണ്ടായതുണ്ടാകുവാനുള്ളതുമായ സ്ഥലത്തെ ക്രമീകരിച്ച് പൂർത്തീകരിക്കുന്ന ജീവനുള്ള ഏക പരിശുദ്ധ റൂഹായ നമ്മോടുകൂടെ കർത്താവിന്റെ തിരുനാമം ആദ്യം മുതൽ എന്നേക്കും വാഴ്ത്തപ്പെട്ടതായിരിക്കട്ടെ. നിന്നാൾ സ്തുതിയോട് രാജമകൾ ഹാലേലൂയ ഹാലേലൂയ നിൻ വലമായ രാജഭാമിനിയും Hallelujah.
ഭാജനമേ മറിയാമിൻ സ്മരണം ശുഭഹോലാമോലബറോവൽ റൂഹോ ഖാദീശോ നിർത്തിയിടരുതേ പരിശുദ്ധേ നയവാൻപനപോലെ തളർന്നിടുമേ ഹാലേലൂയ വളരുമവൻ ലബനോൻ കാരകിൽ പോൽ ശുഭഹോലാമോലബ്രോവൽ റൂഹോ ഖാദീശോ ഒരുപോലെങ്ങും മോർത്തോമാസ്ലീഹ ഭാഗ്യം നീയാർക്കും ഭാഗ്യം സ്ലീഹാർക്കും ശുഭഹോലാമോലബ്രോവൽ റൂഹോ ഖാദീശോ പരിശുദ്ധന്മാരെ നിങ്ങൾ കർത്താവിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ സ്വർഗ്ഗാരോഹണ പെരുന്നാളിൽ സംബന്ധിപ്പാൻ നമുക്ക് ലഭിക്കുന്ന അസുലഭമായ നിമിഷമാണ് ഈ ആരാധനയുടെ നിമിഷം. കർത്താവ് മനുഷ്യനായി ഈ ഭൂമിയിലേക്ക് എഴുന്നള്ളുകയും പാപമൊഴികെ സകലത്തിനും നമുക്ക് അനുരൂപനായി നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി ഒരിക്കലായി കുരിശിൽ മരിച്ച് നമുക്ക് ജീവന്റെയും രക്ഷയുടെയും അനുഭവം ഒരുക്കി. അവൻ സ്വർഗത്തിലേക്ക് കരേറിയത് വഴിയായി അവന്റെ മഹത്വത്തിൽ പ്രവേശിപ്പാൻ തക്കവണ്ണം എനിക്കും നിങ്ങൾക്കും അവസരവും ഒരുക്കി എന്നുള്ളതാണ് ഈ ദിവസത്തെ ഏറ്റവും വലിയ പ്രത്യേകത. ദൈവിക മഹത്വത്തിൽ തിരികെ പ്രവേശിക്കുവാൻ മനുഷ്യന് അവകാശവും മനുഷ്യന് വലിയ ഒരു അവസരവും ഒരുക്കിയ മഹത്തരമായ പെരുന്നാളിനെയാണ് സ്വർഗാരോഹണ പെരുന്നാളിൽ നാം ഓർക്കുന്നത്. ഈ ദിവസത്തിന്റെ ഏറ്റവും വലിയ ഒരു കമ്മീഷനിങ് എന്ന് പറയുന്നത് സ്വർഗാരോഹണത്തിൽ പങ്കാളികളാകുന്നവരെല്ലാം അവന്റെ മഹത്വ പ്രത്യക്ഷതയെങ്കിൽ കാണപ്പെടണമെന്നുള്ളതാണ്. ആ മഹത്വ പ്രത്യക്ഷതയെങ്കിൽ കാണണമെങ്കിൽ അവന്റെ നാമത്തിൽ വിശ്വസിക്കുകയും അവന്റെ നാമത്തിൽ മാമോദിസ ഏൽക്കുകയും അവന്റെ നാമത്തിൽ വീര്യപ്രവർത്തികൾ ചെയ്യുകയും അനേകർക്ക് സൗഖ്യമായി അനേകർക്ക് ജീവനായി ജീവിതമായി നാം രൂപാന്തരപ്പെടുകയും അങ്ങനെ ഭൂമിയുടെ അറ്റം വരെയും അവന്റെ നാമത്തിന്റെ സാക്ഷികൾക്ക് അനുയോജ്യമായി നാം ജീവിക്കുകയും വേണം എന്നുള്ളത്. ആ വലിയ സൗഭാഗ്യത്തിന് ദൈവം നമുക്ക് ഓരോരുത്തർക്കും അവസരം ഒരുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്വർഗാരോഹണത്തിന്റെ പ്രത്യേകമായ ശുശ്രൂഷ നിങ്ങളുടെ പുസ്തകങ്ങളിലുള്ളത് ചേർന്ന് ചൊല്ലുവാൻ ശ്രദ്ധിക്കണം എന്ന് സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുന്നു. ശുഭഹോലാമോലബ്രോവൽ റൂഹോ ഖാദീശോ
അനുഗ്രഹങ്ങളും കരുണയും രണ്ട് ലോകങ്ങളിലും എന്നേക്കും ചൊരിയപ്പെടുമാറാകണമേ. ആമേൻ. തന്റെ വധത്താൽ മേലുള്ളവർക്ക് ശാന്തി നൽകിയ സമാധാനവും തന്റെ ബലിയർപ്പണത്താൽ താഴെയുള്ളവരെ രമ്യമാക്കിയ നിരപ്പും തന്റെ സ്ലീബായാൽ വിജാതീയരെ രക്ഷിച്ച രക്ഷിതാവും തന്റെ പുനരുദ്ധാനത്താൽ ഭിന്നിച്ചിരുന്നവരെ സംയോജിപ്പിച്ച സ്നേഹവുമായ കർത്താവേ, നിന്റെ സ്വർഗാരോഹണ ദിവസത്തിൽ ഭൂമിയിലെങ്ങും കലഹത്തെ ശമിപ്പിക്കണമേ. എല്ലാവിധ ഉപദ്രവങ്ങളിൽ നിന്റെ സ്ലീബായാൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ. ഞങ്ങൾ നിന്നെ, നിന്റെ പിതാവിനെ, നിന്റെ വിശുദ്ധാരൂഹായെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും സ്തോത്രം ചെയ്യുമാറാകണമേ. ഹോശോ വബകൂല സുബാൻ ലവൽ മീ. നാദാകരുണാ സമ്പന്ന നിന്നുടെ പുനരുദ്ധാനമതും നിന്നുടെ സ്വർഗ്ഗാരോഹണവും കൊണ്ടാടും തിരുനാളുകളിൽ നിന്മാനത്തിനു യോഗ്യമത വചനങ്ങളെ ഞാൻ പാടിയിടും. നിൻ ശ്രീമായ രക്ഷിതന പുരജാതികൾ നീ പെരുനാളിൽ സ്തുതിയാൽ കീർത്തിക്കും നിന്നെ ഞങ്ങളും അർപ്പിച്ചോരുന്നു. അനുഗ്രഹങ്ങളും കരുണയും രണ്ട് ലോകങ്ങളിലും എന്നേക്കും ചൊരിയപ്പെടുമാറാകണമേ. ആമേൻ. ഞങ്ങളുടെ മശിയാതമ്പുരാനെ, നിന്റെ പുനരുദ്ധാനത്തിൽ ഞങ്ങൾ സന്തോഷിച്ച് ആഹ്ലാദിക്കുകയും നിന്റെ സ്വർഗാരോഹണത്തിൽ ഞങ്ങൾ ആനന്ദിക്കുകയും ചെയ്യുന്നു. നിന്റെ നിരപ്പും സമാധാനവും ഞങ്ങളിൽ വാഴുമാറാകണമേ. നിന്റെ സ്നേഹവും പ്രീതിയും ഞങ്ങളിൽ വസിപ്പിക്കണമേ. നിന്റെ സ്ലീബായെ വന്ദിക്കുവാനും നിന്റെ പുനരുദ്ധാനത്തെ ഏറ്റുപറയുവാനും നിന്റെ സ്വർഗാരോഹണത്തിൽ ആനന്ദിപ്പാനും ഞങ്ങൾക്ക് കൃപ നൽകണമേ. ഞങ്ങളെ ഞങ്ങളുടെ വാങ്ങിപ്പോയവരെ നിന്റെ സ്വസ്രായത്തിൽ ആനന്ദിപ്പിക്കണമേ. ഞങ്ങളുടെ കർത്താവും നിത്യദൈവമേ, നിന്റെ കർത്തൃത്വത്തെ ഞങ്ങൾ സ്തുതിക്കുകയും ചെയ്യുമാറാകണമേ. മോറൻ വാലോഹാൻ ലവൽ മേ. ഉത്ഥാനത്തിൻ പരമാർത്ഥം ബോധപ്പെട്ടെല്ലാവർക്കും എങ്കിലും അതിലാമൂഢജനം അന്ധവിഷേകമുയർത്തുന്നു. യൂതജനത്താൽ ക്രൂശിതനോ മഹിമയുടേറി അതിലാഘോഷത്തോടുന്ന സ്വർഗാരോഹണം ചെയ്യുന്നു. പ്രാർത്ഥനയോടതുരാഗങ്ങൾ അതേ ജീവിതമോരുന്നു. ദൈവമായ കർത്താവേ, നിന്റെ വിശുദ്ധ സ്ലീബായുടെ വാർഷികങ്ങൾ മറയ്ക്കപ്പെടുവാനും നിന്റെ പുനരുദ്ധാനത്തിൽ സദൃശരാകുവാനും നിന്റെ ഉയർത്തെഴുന്നേൽപ്പിലും സ്വർഗാരോഹണത്തിലും വിശ്വസിപ്പാനും നിന്റെ കൽപ്പനകളെ ആചരിക്കുവാനും നിന്റെ ഇഷ്ടം നിവർത്തിപ്പാനും നിന്റെ ന്യായപ്രമാണം അനുഷ്ഠിക്കുവാനും നിന്നെ സ്നേഹിച്ച നീതിമാന്മാരുടെയും പുണ്യവാന്മാരുടെയും പ്രാർത്ഥനകൾ അഭയം പ്രാപിച്ച് സഹായം ലഭിപ്പാനും ഞങ്ങൾ യോഗ്യരായി തീരണമേ. അവരുടെ അപേക്ഷകൾ മൂലം ഞങ്ങൾക്കും ഞങ്ങളുടെ വാങ്ങിപ്പോയവർക്കും പാപപരിഹാരം നൽകണമേ. ഞങ്ങൾ നിന്നെയും നിന്റെ ജനകനായ പിതാവിനെയും ജീവൻ നൽകുന്ന പരിശുദ്ധ റൂഹായെയും ഇപ്പോഴും എപ്പോഴും എന്നേക്കും സ്തോത്രം ചെയ്യുകയും ചെയ്യുമാറാകണമേ. ഹോശോ വബകൂല സുബാൻ ലവൽ മേ.
ദൈവമായ കർത്താവേ, നിന്റെ ഈ സ്വർഗാരോഹണ ദിവസത്തെ സ്വർഗീയ സൈന്യങ്ങളോടൊരുമിച്ച് പുകഴ്ത്തുവാൻ ഞങ്ങൾ യോഗ്യരായി തീരണമേ. ആനന്ദപൂർവ്വം നിന്റെ പെരുന്നാളുകൾ കൊണ്ടാടി നിന്നിൽ നിന്ന് നന്മകളും അനുഗ്രഹങ്ങളും പ്രാപിക്കുവാനും ഞങ്ങളെ യോഗ്യരാക്കി തീർക്കണമേ. നിന്റെ വിശുദ്ധാസ്ലീമായാലും വിശുദ്ധന്മാരിൽ വസിച്ചിരിക്കുന്ന നിന്റെ ശക്തിയാലും കോപത്തിന്റെ വടികളും സകല ശിക്ഷകളും ഞങ്ങളിൽ നിന്ന് നീക്കിക്കളയണമേ. ഞങ്ങൾ നിന്നെയും നിന്റെ പിതാവിനെയും വിശുദ്ധ റൂഹായെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും സ്തുതിച്ച് സ്തോത്രം ചെയ്യുമാറാകണമേ. ഹോശോ വബകൂല സുബാൻ ലവൽ പീ. സാധുവിനും തലഹീനനും ഗതിയോടും വിധവയ്ക്കും തുണയാൽ നാഥൻ മേന്മയേഴും ശാന്തിയെ ജനതയും സഭയിലും നിവസിപ്പിക്കാൻ പ്രാർത്ഥനയോടതുനാ ഞങ്ങൾ ജീവിതമോടും നീ പരിശുദ്ധൻ, ശക്താ നീ പരിശുദ്ധൻ, മൃതഹീനാ നീ പരിശുദ്ധൻ. ഞങ്ങൾക്കായി കൂശേറ്റവനെ എന്നുള്ളതിന് പകരം ഞങ്ങൾക്കായി സ്വർഗാരൂഢ കൃപ ചെയ്യണമേ എന്ന് പ്രതിവാക്യമായി ചൊല്ലുവാൻ ശ്രദ്ധിക്കണം എന്ന് സ്നേഹത്തോടെ ഓണം. ഹൗദുമാനാഖേ മുശംശില്ലേ
പരിശുദ്ധ സഭയെ അനുഗ്രഹകരമായി നയിച്ച് ദൈവസന്നിധിയിലേക്ക് വാങ്ങിപ്പോയ പരിശുദ്ധ ബസേലിയോസ് മാർത്തോമാ ദിദിമോസ് പ്രഥമൻ ബാവായുടെ ഓർമ്മ 26-ാം തീയതി തിങ്കളാഴ്ച പത്തനാപുരം മൗണ്ട് താബോർ ദേറായിൽ കൊണ്ടാടപ്പെടുകയുണ്ടായി. ശ്രേഷ്ഠനായ ഈ പിതാവിനെയും ദൈവസന്നിധിയിലേക്ക് വാങ്ങിപ്പോയ എല്ലാ ശ്രേഷ്ഠ പിതാക്കന്മാരെ ഓർത്തും അവരുടെ മധ്യസ്ഥത സ്വീകരിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ചാട്ടും നീതിയ നിന്നാചാര്യന്മാരും മഹിമേ നീതിജ്ഞന്മാരും ഹാലേലുയ്യോ ഹാലേലുയ്യ നിന്നഭിഷിക്ത മുഖം തിരുപ്പിക്കല്ലേ നിന്ദാസൻ ദാവീദിൻ മൂലം. സാക്ഷിയെയും ബാരക്കുമോ ശുഭഹോലാബോലബറോവൽ റൂഹോ ഖാദീശോ ശുചിയോട് ശുദ്ധ്യാവസ്തുതിശ ദൈവം സൃഷ്ടിച്ചാദത്തെ
സൂക്ഷിച്ചും കൊണ്ടേ ഭക്തന്മാരിൽ ദൈവം കൃപ ചെയ്യും. ശരണത്താലേ നിൻ കൃപയിൽ എന്റെ കർത്താവേ, നിന്റെ ഭക്ഷിപ്പാൻ എന്നെ യോഗ്യനാക്കണമേ. നിന്റെ പരിശുദ്ധ ശരീരമാകുന്ന ഭക്ഷണം മൂലം എന്റെ ദുർമോഹങ്ങൾ ക്ഷയിച്ചു പോകുകയും നിന്റെ ജീവനുള്ള കാശാകുന്ന പാനീയത്താൽ എന്റെ ദുർവികാരങ്ങൾ ശമിക്കുകയും ചെയ്യുമാറാകണമേ. എന്റെ കർത്താവും ദൈവവുമേ, കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും നിന്നാൽ ഞാൻ യോഗ്യനായി തീരണമേ. ആമേൻ. നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ തിരുശരീരങ്ങളാകുന്ന പാപപരിഹാരപ്രദമായ തീക്കട്ട കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനുമായി സത്യവിശ്വാസി വിശ്വാസിനികൾക്ക് നൽകപ്പെടുന്നു. Hallelujah.
ഞങ്ങളുടെ പുനരുദ്ധാനത്തിന് ഞങ്ങളുടെ വർഗത്തിന് നിത്യമായ പുസ്തകത്തിന് വേണ്ടി വരുവാനിരിക്കുന്നവരുമായ ദൈവപുത്ര, പാപപരിഹാരം നൽകുന്ന നിന്റെ ബലിപീഠത്തിൽ നിന്ന് നിന്റെ ദാസീദാസന്മാർക്ക് പാപപരിഹാരം സമൃദ്ധിയായി ഇറങ്ങി വരുമാറാകണമേ. ദൈവമായ കർത്താവേ, കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും ഞങ്ങളുടെ കർത്താവ് എന്നേക്കും ഞങ്ങളുടെ ദൈവമായുള്ള വേദന പാകണമോ പ്രസന്നതയ്ക്കുമായി വിലയേറിയ നിന്റെ തിരുശരീരങ്ങൾ അനുഭവിച്ചിരിക്കുന്ന ഈ നിന്റെ ആരാധകരുടെ സംഘത്തെ അനുഗ്രഹദായകമായ പലതുകരം നീട്ടി വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകണമേ. വലിയവരും നമ്മുടെ രക്ഷിതാവുമായ യേശുമിശിഹാ ദൈവത്തിന്റെ കൃപയും അനുഗ്രഹങ്ങളും ഈ വിശുദ്ധതകൾ വായിച്ചിരിക്കുന്നവരുടെ മേലും നൽകുന്നവരുടെ മേലും അനുഭവിക്കുന്നവരുടെ മേലും പരിശ്രമിച്ചവയിൽ സംബന്ധിച്ചിട്ടുള്ളവരും സംബന്ധിപ്പാനിരിക്കുന്നവരുമായ എല്ലാവരുടെ മേലും ഉണ്ടായിരിക്കട്ടെ. ദൈവത്തിന്റെ കരുണ നമ്മുടെ മേലും അവരുടെ മേലും രണ്ട് ലോകങ്ങളിലും എന്നും എന്നേക്കും ചെയ്യപ്പെടുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ യേശുമിശിഹാ, ഞങ്ങൾ ഭക്ഷിച്ചതായ നിന്റെ തിരുശരീരവും ഞങ്ങൾ പാനം ചെയ്ത് പുണ്യമുണ്ടാക്കുന്ന തിരുരക്തവും ഞങ്ങൾക്ക് ശിക്ഷയ്ക്കോ പ്രതികാരത്തിനുമായി തീരരുത്. എന്നാലോ ഞങ്ങളെല്ലാവരുടെയും ജീവനും രക്ഷയ്ക്കുമായി ഭവിക്കണമേ. ദൈവം തമ്പുരാനെ ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുകയും ചെയ്യണമേ. സ്വർഗീയ വിരുന്നിൽ സംബന്ധിപ്പാൻ ഞങ്ങളെ അർഹമാക്കിയ നിന്റെ മഹാകരുണയെ പ്രതി ഞങ്ങൾ നിനക്ക് നന്ദി പറയുന്നു. നിന്റെ ദിവ്യരഹസ്യങ്ങളുടെ അനുഭവ ശിക്ഷയിൽ നിന്ന് ഞങ്ങളെ വിമുക്തരാക്കി നിന്റെ പരിശുദ്ധ റൂഹായോടുള്ള നിത്യസംബന്ധത്തിന് ഞങ്ങളെ യോഗ്യരാക്കണമേ. ആദ്യം മുതൽ തന്നെ പ്രസാദിപ്പിച്ച നീതിമാന്മാരോടൊപ്പം അവരുടെ ഓഹരിയും അവകാശവും ഞങ്ങൾ പ്രാപിക്കുമാറാകണമേ. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. ശേഷം വീണ്ടും കർണവില കർത്താവും ഭാഗതാം തലോദിക്കണം. ഞങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി സ്വർഗം ചായച്ചിറങ്ങി വന്ന വലിയവനും മനുഷ്യ സ്നേഹിയുമാകുന്ന പുത്രൻ തമ്പുരാനെ, ദയതോ നീ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. നിന്റെ അവകാശമാകുന്ന ഞങ്ങളുടെ നേരെ തിരുമുഖം തിരിച്ച് ഞങ്ങളെ ആശീർവദിക്കണമേ. ഞങ്ങൾക്ക് വേണ്ടിയുള്ള നിന്റെ രക്ഷാവ്യാപാരത്തെയും ഞങ്ങളോടുള്ള നിന്റെ അനന്തമായ സ്നേഹത്തെയും പ്രതി ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും നിന്റെ ജീവനും വിശുദ്ധനും സാരാംശത്തിലൊന്നായിരിക്കുന്ന പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും പാടുമാറാകണമേ. അതനിലാദിയും അന്തവുമില്ല അമരും തനയൻ താതനിലോഴിലാഗതനായ നരരക്ഷാർത്ഥം മോച
മോചനമടിമയിലായോർ കരുളാൻ പാതാളത്തിൽ ചെന്നു പരേതർ ആശ്രയമരുളി സ്വർഗം പൂകി. ശിഷ്യരെ ഒലിവിൻ മലമേൽ കൂട്ടി സുസ്ഥിരരാവാൻ ആശ്വാസതനെ പ്രേഷിപ്പിക്കാം എന്നരുൾ ചെയ്തു. നൽവരമരുളി താതൻ വലമായി ചേർന്നൊരു മിശിഹാനിൻ റൂഹായാൽ തെളിയിക്കങ്ങടെ മനവും മിഴിയും. നിങ്ങൾ പ്രാപിച്ചിരിക്കുന്ന വഴിയാഹാരങ്ങളോടും അനുഗ്രഹങ്ങളോടും കൂടെ പരിശുദ്ധത്തിന്റെ കൃപയ്ക്കും അനുഗ്രഹങ്ങൾക്കുമായി നിങ്ങളെ ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ സമയം സമാധാനത്താലെ പോകുകയും ദൂരസ്ഥന്മാരോട് സമീപസ്ഥരും വാങ്ങിപ്പോരുടെ ജീവനുള്ളവരും നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ വിജയസ്ലിബാൽ രക്ഷിക്കപ്പെട്ടുള്ളവരും പരിശുദ്ധ മാമോദീസായുടെ റോസ്മിയാൽ മുദ്രോധപ്പെട്ടുള്ളവരുമേ ഈ തൃത്വം നിങ്ങളുടെ കടങ്ങൾ പരിഹരിക്കും, നിങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കും. വിശ്വാസം നിങ്ങളുടെ വാങ്ങിപ്പോർക്കാൻ ആശ്വാസം നൽകുകയും ചെയ്യും. ഞാനോ ബലഹീനും പാപിയുമായ ദാസനാകുന്നു. നിങ്ങളുടെ പ്രാർത്ഥനകളാൽ കരുണ കണ്ടെത്തപ്പെടുവാൻ സംഗതിയാകട്ടെ. നിങ്ങൾ സന്തോഷിച്ച് ആനന്ദിച്ച് തെളിഞ്ഞ് തൃപ്തിയുള്ളവരായി സമാധാനത്താലെ പോകുകയും എന്നും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുകയും. കർത്താവിന്റെ ഇടയനാകുന്നു. സ്വസ്ഥതയുള്ളതിലേക്ക് എന്നെ നടത്തുന്നു. എന്റെ പ്രാണനെ തണുപ്പിക്കുന്നു. നടത്തുന്നു. ഞാനൊരു ഭയപ്പെടുകയില്ല. നീ എന്നോട് കൂടെ ഇരിക്കുന്നുവല്ലോ. നിന്റെ വഴിയിൽ പോലും എന്നെ ആശ്വസിപ്പിക്കുന്നു. എന്റെ ശത്രുക്കൾ കാണുകയും നീ വരുന്നു. എന്റെ തലയോട് അഭിഷേകം ചെയ്യുന്നു. എന്റെ പാനപാത്രവും നിറഞ്ഞു വീഴുന്നു.